Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലെ തുടങ്ങിയത്. എവിടെ വരെ നമ്മൾ നിർത്തി കംപ്ലീറ്റ് ചെയ്തു? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞു. മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെയല്ലേ മിസ് പറഞ്ഞു നിർത്തിയേ? ഓക്കെ, അപ്പൊ മെത്തേഡ്സ് അത് ഫുൾ ആയിട്ട് പറഞ്ഞിരുന്നോ മിസ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയുള്ളൂ? ജസ്റ്റ് പറഞ്ഞോളൂ അല്ലെ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് കൂടി നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 5 സ്റ്റെപ്പ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു 5 സ്റ്റെപ്പ് നോക്കുന്നോ? റിക്രൂട്ട്മെന്റ് പോളിസി, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് കേട്ടോ. അങ്ങനെ 5 എണ്ണമാണുള്ളത്. അതില് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് 5 സ്റ്റെപ്പ് ആണുള്ളത്. അതിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇവിടെ റിക്രൂട്ട്മെന്റ് നമുക്ക് നടത്തണമെങ്കിൽ എന്തൊക്കെ മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്കിലൂടെ നടത്താം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് വൺ ആണ് തേർഡ് പാർട്ടി മെത്തേഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ എന്താ? ദിസ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് traveling recruiters to educational and professional institutions, employees contact with public and man exhibitions. One of the widely used direct method is that of sending recruiters to colleges and technical schools. ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു. അവരവിടേക്ക് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്തെത്തി ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ നിന്നോ എന്ത് ചെയ്യുന്നു? ആ ആളുകളെ, ആവശ്യമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന നിയമനം നടത്തുന്നു. അതുപോലെ എംപ്ലോയീസുമായിട്ടുള്ള കോണ്ടാക്ട് വിത്ത് പബ്ലിക് ആൻഡ് മാൻഡ് എക്സിബിഷൻസ്, എന്തെങ്കിലും ഇപ്പൊ തൊഴിൽ മേളകൾ പോലെയുള്ള പ്രദർശനങ്ങൾ, അങ്ങനെയുള്ള തൊഴിൽ മേളകളോ അങ്ങനെയുള്ള രീതിയിലുള്ള ഇപ്പൊ ക്യാമ്പസ് സെലക്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് കോളേജസിലേക്ക് വളരെ യൂസ്ഫുൾ ഒരു ഡയറക്റ്റ് മെത്തേഡ് ആണ്. റിക്രൂട്ടേഴ്സ് നമ്മുടെ കോളേജിലേക്ക്, ടെക്നിക്കൽ സ്കൂളുകള്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടേക്കൊക്കെ അവർ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെൻഡ് ചെയ്ത് അവർ ട്രാവൽ ചെയ്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ആ ഒരു കോളേജിലോ എത്തി അവിടെ ക്യാമ്പസ് സെലക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തി, അല്ലെങ്കിൽ മറ്റു പുറമെ ഒരു പബ്ലിക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ തൊഴിൽ മേളകൾ നടത്തി നേരിട്ട് നമ്മൾ അവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയറക്റ്റ് മെത്തേഡ് ക്ലിയർ ആണോ? Then next one ആണ് indirect method. Indirect methodല് advertising in newspapers, on the radio, in trade and professional journals, technical magazines and brochures are mostly included in this method. ഇവിടെ indirect methodല് ന്യൂസ് പേപ്പേഴ്സിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാറുണ്ട് അല്ലെ? റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്, റേഡിയോയിൽ കൊടുക്കാറുണ്ട് അല്ലെ? ഇൻട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇൻഡീഡ്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ അങ്ങനെയൊക്കെയുള്ള പോർട്ടൽസിലെ ജോബ് പോർട്ടൽസ് അങ്ങനെയുള്ളവരിലൂടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണൽസിന്റെ സഹായത്തോടുകൂടി ടെക്നിക്കൽ മാഗസീനുകളില് അല്ലെങ്കിൽ ബ്രോഷേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്നതിലൂടെ നമ്മൾ നിയമനം നടത്തുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻഡയറക്റ്റ് മെത്തേഡ് മനസ്സിലായോ? ഓക്കെ, then third one ആണ് third party method. Third party methodല് the use of commercial or private employment agencies, state agencies, placement offices of schools,
colleges and professional associations, recruiting firms, management consulting firms, friends and relatives. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു മൂന്നാം കക്ഷി ഇതിനിടയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി, ഇപ്പൊ നമ്മള് ജോബ് പോർട്ടൽസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജോബ് കൺസൾട്ടൻസി, എംപ്ലോയ്മെന്റ് കൺസൾട്ടൻസി, ജോബ് കൺസൾട്ടൻസിയിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവര് വഴി അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി മുഖേന നമുക്ക് നമുക്ക് നിയമനം നടത്താൻ പറ്റുന്ന രീതിയാണ് തേർഡ് പാർട്ടി. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഏജൻസി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഏജൻസി ആയിക്കോട്ടെ, പ്ലേസ്മെന്റ് സ്കൂളുകളിലെയോ കോളേജസിലെയോ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെയൊക്കെ പ്ലേസ്മെന്റ് ഓഫീസുകളിലൂടെ ആയിക്കോട്ടെ, മറ്റു റിക്രൂട്ട്മെന്റ് ഫേംസോ കൺസൾട്ടിങ് ഫേംസോ, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നമ്മളോട് വന്ന് പറയാറുണ്ട് അല്ലെ. എന്തെങ്കിലുമൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ, എന്റെ ഓഫീസിൽ ഇന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി പറയാറുണ്ടോ? ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വന്ന് പറയാറില്ലേ? അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ട് അല്ലെ, ഒരു മൂന്നാം കക്ഷി അതിനിടയിലുണ്ട്. അങ്ങനെ നടത്തുന്ന എന്താണ് റിക്രൂട്ട്മെന്റിനെയാണ് നമ്മുടെ തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് വൺ ആണ് തേർഡ് പാർട്ടി മെത്തേഡ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് നേരിട്ട് അവിടെ എംപ്ലോയീസ് നേരിട്ട് ചെന്ന്, റിക്രൂട്ടേഴ്സ് നേരിട്ട് ചെന്ന് അവിടെ നിയമനം ആളുകളെ എന്ത് ചെയ്യുന്നു, ക്യാമ്പസ് സെലക്ഷൻ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലൂടെയൊക്കെ നമ്മൾ നേരിട്ട് നിയമനം നടത്തുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് അഡ്വർടൈസ്മെന്റ്സ്, പരസ്യം ചെയ്യലിലൂടെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ്. തേർഡ് പാർട്ടി ഒരു മൂന്നാം കക്ഷി, ജോബ് കൺസൾട്ടൻസി ഓഫീസ് അല്ലെങ്കിൽ ഏജൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു മൂന്നാം കക്ഷിയുടെ സഹായത്തോടു കൂടി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനെയാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. വേഗം അമ്മൂന്നൊന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. വായിച്ചു കഴിയുമ്പോ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരു 5 മെത്തേഡ് കഴിഞ്ഞു. ഇനി നമ്മള് മൊത്തത്തില് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യാണ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഓരോ സ്റ്റെപ്പും റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഓരോ രീതികളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുകയാണ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയത് ശരിയായ രീതിയിൽ അത് നടന്നു, അതുപോലെ തന്നെ അതെല്ലാം നല്ല മികച്ചതായിരുന്നു, നല്ല റിക്രൂട്ട്മെന്റ് രീതികളാണോ നമ്മൾ ഉപയോഗിച്ചത്, അതെവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ആ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെച്ചപ്പെടുത്തൽ നമുക്ക് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊത്തത്തില് ആ ഒരു ഓൾറെഡി റിക്രൂട്ട്മെന്റ് നിയമനം വരെ കഴിഞ്ഞു കേട്ടോ. നിയമനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. Then, okay, recruiting sources should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant or hiring ratio, tenure, performance appraisal, etc.
ഇവിടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട സോഴ്സസ് ആയിക്കോട്ടെ മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കലി അസസ് ചെയ്യുന്നു, ആനുകാലികമായിട്ട് വിലയിരുത്തുന്നു. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള രീതികളും മറ്റു സ്റ്റേജസും സ്റ്റെപ്പുകളും ഒക്കെ ശരിയായിരുന്നു എന്ന് വിലയിരുത്തുന്ന സ്റ്റേജ് ആണിത്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ആപ്ലിക്കന്റിനെ നമ്മൾ നിയമിക്കുമ്പോൾ ആ ആപ്ലിക്കന്റിനെ നിയമിക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് എത്രയാണ്, ആ ആപ്ലിക്കൻസിന്റെ അല്ലെങ്കിൽ അവരുടെ നിയമനത്തിനുമായി ബന്ധപ്പെട്ട അനുവാദം എത്രയാണ്, അവരുടെ കാലാവധി എത്ര കാലത്തേക്കാണ് അവർ നിയമിച്ചിരിക്കുന്നത്, ആ നിയമനം നടത്തി കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു എംപ്ലോയിയെ അവർ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം നടത്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം നടത്തി അവർ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ, നമ്മൾ ആ ഒരു നിയമനം നടത്തിയ വ്യക്തി നല്ല അനുയോജ്യരായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ആ ഒരു സ്റ്റെപ്പ് തുടങ്ങുന്നത് മുതൽ അവസാനിച്ചിരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പും എടുത്ത് ഇവാലുവേഷൻ നടത്തി പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നിയമനവുമായി ബന്ധപ്പെട്ട രീതികളിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വായിച്ചു നോക്കിയേ, മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണ്, ക്ലിയർ ആയോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ. തിരഞ്ഞെടുക്കുക അല്ലെ, എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക. നമ്മൾ എപ്പോഴും ഒരു സെലക്ഷൻ നടത്തുമ്പോൾ എങ്ങനെയാ, നല്ല എംപ്ലോയിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലെ. നല്ല എംപ്ലോയി, അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും അല്ലെ, ഇതൊരു പോസ്റ്റിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും, അതിൽ നിന്നും ഏറ്റവും നല്ല എംപ്ലോയിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. The selection procedure is related to acquiring relevant information about an applicant. എന്നാണ് ചെയ്യുക കേട്ടോ. ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു എംപ്ലോയർ അല്ലെ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റ്, ഒരു അപേക്ഷകനിൽ നിന്ന് അവർക്ക് അനിവാര്യമായിട്ടുള്ള നമുക്ക് പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ തേടുന്നതിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ ആണ് ശരിക്കും സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് പ്രൊസീജിയർ ആണ്, റിലേറ്റഡ് ടു അക്വയറിംഗ് റെലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. ഒരു അപേക്ഷകനെ കുറിച്ച് പ്രസക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ നേടുന്നതിനായി നമ്മൾ നടത്തുന്ന നടപടിക്രമം അല്ലെങ്കിൽ പ്രൊസീജിയർ ആണ് സെലക്ഷൻ. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സെലക്ഷൻ പ്രോസസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് whether an applicant meets the qualification for a specific job and to select the applicant who is most likely to carry out well in that job. നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സെലക്ഷൻ പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞില്ലേ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. സെക്കൻഡ് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സെലക്ഷൻ പ്രോസസ്. ഒരു സെലക്ഷൻ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് whether an applicant meet the qualification for a specific job. ആ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ യോഗ്യതകളും ആ ഒരു ജോലി നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള യോഗ്യതകളും ആ ഒരു ആപ്ലിക്കന്റിനുണ്ടോ. And select the applicant who is most likely to carry out the job well in that job. ആ ഒരു ജോലി മികച്ചതായിട്ട് അല്ലെങ്കിൽ നന്നായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അപേക്ഷകനെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആ ഒരു സെലക്ഷൻ പ്രക്രിയയുടെ ലക്ഷ്യം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സെലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ is related to acquiring relevant information about an applicant. ഒരു അപേക്ഷകനെ കുറിച്ചുള്ള പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ ആണ്
സെലക്ഷൻ. അത് ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ. ഇനി ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് whether an applicant meets the qualifications for a specific job. ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. അതില് ആ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള യോഗ്യതകൾ ആ ആപ്ലിക്കന്റിന് അല്ലെങ്കിൽ ആ അപേക്ഷകന് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ജോലിയെല്ലാം നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നന്നായി നിറവേറ്റാൻ കഴിയുന്ന ആളെ അല്ലെങ്കിൽ കഴിയുന്ന അപേക്ഷകനെ തിരഞ്ഞെടുക്കുക എന്നതാണ് സെലക്ഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ 2 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. 2 ക്ലിയർ ആണോ? ഓക്കെ. Then അടുത്ത പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ ഇൻവോൾവ്സ് choosing between applicants for jobs and removing applicants who are unsuitable applicants. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ചൂസിങ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ ജോബ്. അതായത് ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അപേക്ഷകരുണ്ടാവും അല്ലെ? അതിൽ നിന്നും അനുയോജ്യരായിട്ടുള്ള അപേക്ഷകർ ചിലപ്പോൾ ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ, ചിലപ്പോ 5 വേക്കൻസി ഉണ്ടാവുള്ളൂ, ചിലപ്പോ 2 വേക്കൻസി ഉണ്ടാവുള്ളൂ. എത്ര വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ച് ആ ജോബിന് യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ ആ ജോബ് നന്നായി നിർവഹിക്കാൻ കഴിയും എന്ന് തോന്നുന്ന ആപ്ലിക്കൻസിനെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ, നമ്മൾ ചൂസ് ചെയ്യും. ശരിയല്ലേ? ബാക്കിയുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഈ ജോലിക്ക് അനുയോജ്യരല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആപ്ലിക്കൻസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക അല്ലെ? അല്ലേ? അവരെന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും. നമുക്ക് അനുയോജ്യരായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു അല്ലെ? ആ ഒരു പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്? ചൂസിങ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ ജോബ്സ് ആൻഡ് റിമൂവിങ് ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. അതായത് ഇവിടെ ആ ഒരു ജോലിക്ക് ഇപ്പൊ ഒരു 2 വേക്കൻസിയാണ് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതെങ്കിൽ ആ 2 വേക്കൻസി, അതായത് ആ ജോലി നന്നായിട്ട് നിർവഹിക്കാൻ പറ്റുന്ന നല്ല യോഗ്യതയുള്ള 2 പേരെ നമ്മൾ ആ ഒരു അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കും അല്ലെ? ആണോ? അല്ലെ? അന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള, അതായത് ബാക്കിയുള്ളവരെന്ന് പറയുന്ന ഈ ജോലിയുമായിട്ട് അനുയോജ്യരല്ലാത്തവരായിരിക്കാം അല്ലെ? അപ്പൊ ബാക്കിയുള്ളവർ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. മനസ്സിലായോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ? Okay. Then while planning a selection policy, due consideration should be given to organizational needs as well as technical and professional extent of selection procedures. അതുകൊണ്ട് തന്നെ ഒരു സെലക്ഷൻ പോളിസി നമ്മൾ തയ്യാറാക്കുമ്പോഴും ആസൂത്രണം ചെയ്യുമ്പോഴും എപ്പോഴും ആ ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി ആ ഓർഗനൈസേഷന്റെ സാങ്കേതികപരവും തൊഴിൽപരവുമായിട്ടുള്ള ആവശ്യകതകൾ എന്താണ് അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം ആ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ആ ഓർഗനൈസേഷനിൽ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളും ആവശ്യകതകളും ഉണ്ടോ ആ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അനുയോജ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് 2 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആദ്യത്തെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നതും രണ്ടാമത് സെലക്ഷൻ ഇൻവോൾവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അത് രണ്ടും ഒന്ന് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സെലക്ഷൻ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. നമുക്കറിയാലോ, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മളൊരു ആളെ ആ ഒരു സെലക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു സെലക്ഷന്റെ പ്രക്രിയ എന്ന് പറയുന്നത് അവരെ ഒരു പ്രാഥമിക ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അഭിമുഖം നടത്തും. അതിനുശേഷം അല്ലെങ്കിൽ എന്താണ്, അവർ വന്നിരിക്കുന്ന ആ ഒരു ആപ്ലിക്കൻസിൽ നിന്ന് നമുക്ക് കുറച്ചുപേരെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു പ്രാഥമിക അഭിമുഖം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രക്രിയ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, application blank or application form, a fact finder which helps one to learn about an applicant's background and life history. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു ഏതൊരു ജോലിക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിലും അതിനു മുൻപായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കില്ലേ? നമ്മള് കൊടുക്കാറില്ലേ? ശരിക്കും ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫാക്ട് ഫൈൻഡർ എന്നാ പറയുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? വസ്തുതകൾ കണ്ടെത്താനുള്ളതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ? മൊത്തത്തിലുള്ള നമ്മളൊരു ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അവർക്ക് ലഭ്യമാകും. കിട്ടില്ലേ? നമ്മളെവിടെയാണ്, നമ്മുടെ വീട് എവിടെയാണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാരീഡ് ആണോ അല്ലെങ്കിലോ, അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണ് നമ്മൾ പഠിച്ചത്, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ചെയ്തത്, എത്ര മാർക്കോട് കൂടി നമ്മൾ പാസ്സായി, ഇനി എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പശ്ചാത്തലം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾ conducted interviews to inspect the facts and get at the attitude of the applicant and his family to the job. അപ്പൊ അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂ നമ്മൾ നടത്തുമ്പോഴോ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണോ, അവരുടെ ആ ഒരു ജോലിയോടുള്ള ആ ആപ്ലിക്കന്റിന്റെയും അവരുടെ ഫാമിലിയുടെയും മനോഭാവം എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഒരു പ്രാഥമിക അഭിമുഖം നടത്തും, രണ്ടാമത്തത് അവരുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ശരിക്കും അവരുമായി ബന്ധപ്പെട്ട ഫാക്ട് അല്ലെങ്കിൽ വസ്തുതകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിനു സഹായിക്കുന്നുണ്ട്? ആ ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഹിസ്റ്ററി മുഴുവൻ അതിലുള്ളത് കൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ആ ഇന്റർവ്യൂവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ട് എല്ലാം ശരിയാണെന്ന് പരിശോധിക്കാനും ആ ആപ്ലിക്കന്റിന് ആ ഒരു ജോലിയോടുള്ള ആപ്ലിക്കന്റിന്റെയും അവരുടെ ഫാമിലിയുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. തേർഡ് വൺ ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക പരിശോധന. അത് എല്ലാ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നില്ല കേട്ടോ. നേരത്തെ പറയാണ്, എല്ലാ ജോലിക്കും നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവാറില്ല അല്ലെ? എല്ലാ ജോലിക്കും ഉണ്ടാവാറുണ്ടോ ശാരീരിക പരിശോധനകള്? ഉണ്ടാവാറുണ്ടോ? ഇല്ല. പ്രത്യേകമായിട്ടുള്ള ചില പൊസിഷനുകളിലേക്ക് വരുമ്പോഴാണ് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളും നോക്കി ആ ജോലിയിലേക്ക് അവർ ഫിറ്റ് ആണോ എന്ന് നോക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. എപ്പോഴും ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം കൈവരിക്കണമെങ്കിൽ അവരുടെ ആരോഗ്യവും സ്റ്റാമിന അല്ലെങ്കിൽ ശക്തിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്താറുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് to inspect the surface area and get an objective look at a candidate's suitability for a job, candidate aptness for a job. ഇവിടെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ താഴെ ഓൾറെഡി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്തി അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സർഫസ് ഏരിയ എന്നത് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള ആ ഒരു നോളജും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, എക്സ്പീരിയൻസ്ഡ് ആണോ, അതുപോലെ അവർക്ക് ആ ഒരു ജോലിയോട് ആ ഒരു കാൻഡിഡേറ്റ് എത്രത്തോളം ന്യൂജരാണ്, അതുപോലെ ആ ഒരു ജോലി ചെയ്യാൻ അവര് വളരെ അപ്റ്റാണോ അല്ലെങ്കിൽ ന്യൂജരാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാനസിക ടെസ്റ്റുകൾ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകൾ നടത്താറുണ്ട്. റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് CV ഒക്കെ തയ്യാറാക്കുന്നത് റെഫറൻസ് കൊടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ അത്?
ഒന്നിനെയും നമ്മൾ പ്രീവിയസ്ലി ജോയിൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ കൊടുക്കാറുണ്ട്. അല്ല ഫ്രഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിച്ചിറങ്ങിയ ഏതെങ്കിലും സ്ഥാപനത്തിലെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല പൊസിഷനിലിരിക്കുന്ന നമ്മുടെ പരിചയമുള്ള ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് പേരൊക്കെ കൊടുക്കാറുണ്ട്, നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ അത്? അതൊരു ജോലിയിലേക്ക് ചെല്ലുമ്പോ അവർക്കൊന്നുകൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പുവരുത്താനാണ് ഈ ഒരു വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു നമ്പറും ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ മുൻപ് എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവരവിടെ വിളിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് അവരവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവർ എത്ര വർഷം അവിടെ ജോലി ചെയ്തിരുന്നു, ഇന്ന വ്യക്തി അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണോ, ഫേക്കായിട്ടൊക്കെയുള്ളത് അതിന് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ അവർ കൺഫേം ചെയ്യുന്നതിനെയാണ് റെഫറൻസ് ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താ? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. അതിനുശേഷം ഫൈനൽ സെലക്ഷൻ അല്ലെങ്കിൽ ഫൈനൽ അപ്രൂവൽ നടത്തുന്നു. അത് മാനേജറാണ് ആ ഒരു ഫൈനൽ സെലക്ഷൻ നടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ഒരു അപ്രൂവൽ എന്ത് ചെയ്യുന്നു, ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ അടുത്തേക്ക് ആ ഒരു തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്രയും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്? റിസപ്ഷൻ ഓഫ് പ്രിലിമിനറി ഇന്റർവ്യൂ സ്ക്രീനിങ്, ഒരു പ്രാഥമിക അഭിമുഖം അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് നടത്തും. ദെൻ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബാങ്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഫാക്ട് ഫൈൻഡർ ആണ്, അതായത് വസ്തുതകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിലൂടെ നമുക്ക് ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് ഹിസ്റ്ററിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്റർവ്യൂ നടത്തുമ്പോൾ എല്ലാ ഇന്റർവ്യൂസും ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം കറക്റ്റ് ആണെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ആപ്ലിക്കന്റിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ ജോലിയോടുള്ള ആ ഒരു മനോഭാവം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു. ഫിസിക്കൽ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിജയം, നമുക്ക് ഏതൊരു ജോലി ചെയ്യുമ്പോൾ അതിന് വിജയം കൈവരിക്കണമെങ്കിൽ ആരോഗ്യവും അതിനനുസരിച്ചുള്ള ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അതിലൂടെ ആ ഒരു വ്യക്തിയുടെ ജനറൽ ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ആ ഒരു കാൻഡിഡേറ്റ് ഈ ഒരു ജോലിക്ക് അനുയോജ്യരാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. ദെൻ റെഫറൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബയോഡേറ്റയിൽ വെച്ചിട്ടുള്ള പ്രീവിയസ്ലി നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമ്മൾ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നമ്പറും കാര്യങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ അവിടെ വിളിച്ചന്വേഷിക്കും, നമ്മൾ അവിടെ വർക്ക് ചെയ്തിരുന്നോ, എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എത്ര നാൾ വർക്ക് ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് അവിടെ പോരാനുള്ള കാരണങ്ങൾ, റീസൺസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു. ദെൻ ലാസ്റ്റ് വൺ ആണ് ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് അപ്രൂവൽ നൽകുന്നത് മാനേജറാണ്. അതിനുശേഷം മാനേജർ ആ ഒരു തീരുമാനം ആ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെ അറിയിക്കുന്നു. വേഗം ഒന്ന് വായിക്കാം. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കഴിഞ്ഞോ? എല്ലാവരുടെയും വായിച്ച് കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ കുറച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതൊരു 3 നമ്മൾ കാറ്റഗറൈസ് ചെയ്താട്ടോ പഠിക്കുന്നത്.
ഫസ്റ്റ് വൺ ആസ്പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പെരുമാറ്റത്തിനനുസരിച്ച് ടെസ്റ്റുകളെ നമ്മൾ പ്രധാനമായിട്ട് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തിനനുസരിച്ച്? ഹ്യൂമൻ ബിഹേവിയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇത് ഹ്യൂമൻ ബിഹേവിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് 4 ടെസ്റ്റുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈസ് ടു ടെസ്റ്റ് എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. ഇത് ഓരോന്നും ചോദിക്കും കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, അതെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ tries to test your ability to carry out tasks and react to situation at work. അതായത് നമുക്ക് അവർ തരുന്ന എല്ലാ ചുമതലകളും വർക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഓഫീസിൽ ഒരു ജോലിക്ക് നമ്മളെ നിയമിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന ജോലി അല്ലെങ്കിൽ അവർ തരുന്ന വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കാനുള്ള കഴിവ്. അതുപോലെ തന്നെ റിയാക്ട് ടു സിറ്റുവേഷൻ അറ്റ് വർക്ക്, ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളോടുമുള്ള പ്രതികരിക്കാനുള്ള ഒരു കഴിവ്. ഇതാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ്? ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക്, നമുക്ക് തരുന്ന ചുമതലകൾ നിർവഹിക്കാനും അതുപോലെ പല സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുമുള്ള ഒരു കഴിവാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ്? നമുക്ക് തരുന്ന ചുമതലകൾ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിവുണ്ടോ? അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, വർക്കുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടോ? അതാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ക്ലിയർ ആയോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ഇവിടെ പറയണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. Then achievement test എന്ന് പറയുമ്പോൾ എന്താ? It evaluates developed knowledge. ഒന്നുകൂടെ പറയണമെന്നോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, ക്യാരി ഔട്ട് ടാസ്ക്, അതായത് നമുക്ക് തരുന്ന ചുമതലകൾ ആ ഒരു വ്യക്തി, അതായത് ആ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കുറെ ചുമതലകൾ അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്ക് അവർക്ക് ചെയ്ത് തീർക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പല വർക്ക് റിലേറ്റഡ് പല സാഹചര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. ആ സാഹചര്യങ്ങളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്, അതിന് അവരുടെ കഴിവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കിട്ടിയോ? ഇല്ലാത്തവർക്ക് കിട്ടിയോ? ഓക്കെ. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇവാലുവേറ്റ്സ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. ഇവർക്ക് ഒരു പരിശീലന കാലയളവ്, ഒരു പീരീഡ് ഓഫ് ട്രെയിനിങ് കൊടുക്കും. ഒരു കാലയളവിലേക്ക് ഒരു പരിശീലനം കൊടുക്കും. ആ പരിശീലന കാലയളവിന് ശേഷം അവർക്ക് എത്രത്തോളം നോളജ് അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ല് അവർക്ക് ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വികസിച്ചിട്ടുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതായത് അവർ എത്രത്തോളം നേടിയെടുത്തു, അല്ലെ? ആ ഒരു അച്ചീവ് ചെയ്തെടുത്തു അല്ലെങ്കിൽ നേടിയെടുത്തത് എത്രത്തോളമാണ്, ആ ഒരു പരിശീലന കാലയളവ് പൂർത്തിയാക്കി. അവർക്കൊരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ പരിശീലനം നൽകാണ്. ആ പരിശീലന കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം അവർക്ക് എത്രത്തോളം ആ പരിശീലനത്തിന്റെ അവസാനം അവർക്ക് എത്രത്തോളം നോളജോ സ്കില്ലും അവർ വികസിപ്പിച്ചു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു എന്നത് വിലയിരുത്തുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. മനസ്സിലായോ? ഒരു പീരീഡ് ഓഫ് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് എത്രത്തോളം സ്കില്ലും നോളജും ഒക്കെ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്നത് വിലയിരുത്തുകയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ തേർഡ് വൺ ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ പരിശോധനയാണ്. It mainly assesses human personality. മനുഷ്യന്റെ വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് വിലയിരുത്തുന്നത്. Personality testing and assessment refers to techniques designed to measure the characteristic pattern of the trait that people show across various situations. അതായത് പല സിറ്റുവേഷൻസിൽ ഒരു വ്യക്തി എങ്ങനെയാണ് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാറ്റേൺ ഓഫ് ട്രേറ്റ്സ്, അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ്
എന്ന് വിലയിരുത്തുകയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. അതായത് പല സിറ്റുവേഷൻസ് കൊടുക്കും. ആ പല സിറ്റുവേഷൻസിലും ഒരു വ്യക്തി എങ്ങനെയാണ് അവരുടെ സ്വഭാവ സവിശേഷതകൾ കാഴ്ചവെക്കുന്നത്. പല പല സിറ്റുവേഷൻസിലോ പലരും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക, അല്ലെ? അപ്പൊ ഇവിടെ പല സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അതില് അവരവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, ആ സമയങ്ങളിലുള്ള ആ സിറ്റുവേഷൻസിലുള്ള അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ വിലയിരുത്തുകയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പേഴ്സണാലിറ്റി ടെസ്റ്റ് വ്യക്തിത്വ പരിശോധനയാണ് കേട്ടോ. ഓരോ സിറ്റുവേഷൻസിലും ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്ത് വ്യക്തിത്വമാണ് അവർ കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളാണ് അവർ കാണിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശോധിക്കും. ക്ലിയർ ആണോ? പേഴ്സണാലിറ്റി ടെസ്റ്റ് മനസ്സിലായോ? ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അത് കാണാൻ പോകരുത് കേട്ടോ. ഇൻട്രസ്റ്റ് ടെസ്റ്റ് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ നിങ്ങൾ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കില്ല. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. അപ്പൊ നമുക്ക് കുറെ താല്പര്യം ഉണ്ടാവും, അല്ലെ? താല്പര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഉണ്ടോ? നമുക്ക് കുറെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ലേ? ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? ഉണ്ട്, അല്ലെ? എല്ലാവർക്കും ഒരുപോലെയാണോ അത്? എല്ലാവർക്കും ഒരുപോലെയാണോ ഇൻട്രസ്റ്റ്? ആണോ? അല്ല, അല്ലെ? പലർക്കും പല രീതിയിലുള്ള താല്പര്യങ്ങളാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കുകയാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. ഒരു പ്രത്യേക ഫീൽഡ്, പ്രത്യേക മേഖലയിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേക പ്രവർത്തനങ്ങളിലേക്കോ ഒരു വ്യക്തിയുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണന എത്രത്തോളം ആണെന്ന് നിർണ്ണയിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനങ്ങളിലേക്കായിരിക്കും ഒരു വ്യക്തിയുടെ മുൻഗണന അല്ലെങ്കിൽ താല്പര്യം എന്ന് പറയുന്നത്. അത് നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 4 നമ്മൾ പറഞ്ഞു. ഒന്നാമത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്? അവർക്ക് തരുന്ന ചുമതലകൾ നിർവഹിക്കാൻ കഴിവുണ്ടോ, ഓരോ സിറ്റുവേഷൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പരിശോധിക്കുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റില് അവരൊരു നിശ്ചിത പരിശീലന കാലാവധിക്ക് വേണ്ടി വിടുന്നു. ആ പരിശീലന കാലാവധിക്ക് ശേഷം അല്ലെങ്കിൽ കാലയളവിന് ശേഷം അവർക്ക് എത്രത്തോളം നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പല സിറ്റുവേഷൻസിലും ഒരു വ്യക്തിത്വം, അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ്, ഒരു വ്യക്തിയിൽ അവർ എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള വ്യക്തിത്വമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ നോക്കുന്നത്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും സ്പെസിഫിക് മേഖലയിലേക്കോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കോ മുൻഗണനയുണ്ടെങ്കിൽ അത് ഏത് മേഖലയിലേക്ക് അല്ലെങ്കിൽ അതേത് പ്രവർത്തനങ്ങളിലേക്ക് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. വേഗം ഒന്ന് വായിച്ചു നോക്കണേ. ഏതാണ്? അണ്ടർലൈൻ ചെയ്യേണ്ടതോ? ആ 4 ചോദിക്കും കേട്ടോ. 4 ചോദിക്കും. അതിൽ പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ടതില്ല. ആ 4 അതായത് ആസ്പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയേഴ്സിനനുസരിച്ച് ടെസ്റ്റുകൾ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ആ 4 പേര് അല്ലെങ്കിൽ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് പറയാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതിന്റെ ഓരോന്നിനെയും എന്താന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അല്ല, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി, അത്രയും നോക്കിയാൽ മതി. ബാക്കി എല്ലാത്തിന്റെയും ഒരേ പോയിന്റ്സ് അല്ലേ ഉള്ളൂ. അത് നോക്കി വെക്കണേ, ചോദിക്കാറുണ്ട് കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. Then next one, on the basis of use of test, നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, on the basis of use to which the tests are put, they may be categorized into three broad categories. നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് സെലക്ഷൻ ടെസ്റ്റ്. These tests are done to select apt candidates for a particular job. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി അനുയോജ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അനുയോജ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. Then classification test എന്ന് പറഞ്ഞാൽ എന്താ? Under such test, special consideration are given to decide on which of the several possible assignments a person will be able to do his best. അതായത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റില് നമ്മൾ അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ആപ്ലിക്കന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഒരുപാട് എന്താണ് അസൈൻമെന്റ്സ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറേയധികം ടാസ്കുകൾ അല്ലെങ്കിൽ അസൈൻമെന്റ്സ് നൽകും. അതിൽ ഏതാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അതിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ടാസ്ക് ഏതാണ് എന്ന് നമ്മൾ പരിഗണിക്കും. Okay, under such tests, special consideration are given to decide on which of the several possible assignments a person will be able to do his best. നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ നിരവധി അസൈൻമെന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏതാണ് ഒരു വ്യക്തിക്ക് പരമാവധി അവരുടെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുക എന്ന് തീരുമാനിക്കുന്ന ടെസ്റ്റാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. നമ്മൾ കൊടുക്കുന്ന കുറെ അസൈൻമെന്റ്സുകളുടെ ഏതാണ് ആ ഒരു വ്യക്തിക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് അവരുടെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നത് എന്ന് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കുന്ന ടെസ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. മൂന്നാമത്തത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ. And it is concerned with assigning a person to different levels of work rather than distinctly different types of work. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ assigning a person to different level of work. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് ഡിഫറെന്റ് ലെവലിലേക്ക് നമുക്ക് തരുന്ന വർക്കുകൾ. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ട്രെയിനി ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് സാധാരണ ഒരു വർക്ക് എന്താണ് ട്രെയിനിങ്സിന് ഉൾപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള വർക്കുകൾ തരുന്നു. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് അല്ലെ, ലെവൽസ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ വർക്കിന്റെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ലെവലിലുള്ള ഡ്യൂട്ടീസ് തരും. അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ അടുത്ത ലെവലിലേക്ക് അങ്ങനെയല്ലേ ജോലികൾ പോകുന്നത് അല്ലേ? അതേസമയം rather than distinctly different types of work, അതായത് ഒരിക്കലും അവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് അല്ല കൊടുക്കുന്നത്. അതായത് ഇന്നിപ്പോ നമ്മളൊരു ജോലി കൊടുത്തു, നാളെ വരും അടുത്ത ജോലിയല്ല നമുക്ക് തരാൻ പോകുന്നത്. അങ്ങനെ കൊടുക്കാതെ എങ്ങനെയായിരിക്കണം ജോലി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്? ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. അതായത് ഒരു ഏറ്റവും ലോവർ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി കൂട്ടി ലെവലിൽ കൊടുക്കണം. അടുത്ത ഫസ്റ്റ് ലെവലിലേക്കുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ അസൈൻമെന്റ്സ് വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ എന്ന് പറയുന്നത്. Placement test of decision is concerned with assigning a person to different level of work, different levels work ചെയ്യുന്നു rather than distinctly different types. അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള പല പല ജോലികൾ കൊടുക്കാതെ ഒരേ ലെവലിൽ തന്നെയുള്ള വർക്കുകൾ കൊടുത്ത് ഒരേ ലെവലിലുള്ള ഡിഫറെന്റ് വർക്കുകൾ കൊടുത്ത് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നെണ്ണമാണ് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി ആ കാൻഡിഡേറ്റ് എത്രത്തോളം അനുയോജ്യരാണോ അങ്ങനെ അനുയോജ്യരായിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് സെലക്ഷൻ ടെസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള അസൈൻമെന്റ്സിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് എന്ന് തീരുമാനിക്കുന്ന ടെസ്റ്റാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റ് പല പല വർക്കുകൾ വ്യത്യസ്തമായ പല വർക്കുകൾ കൊടുക്കാതെ ഡിഫറെന്റ് ലെവൽസിലുള്ള വർക്കുകൾ
കൊടുക്കുകയാണ്. കൊടുത്തുകൊണ്ട് നമ്മൾ പരിശോധന നടത്തുന്നതിനാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഇതും ചോദിക്കാനുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് വണ്ണിലേക്ക് പോവാണ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഒരു ഹൈഫൺ ഇടാട്ടോ അത് കഴിഞ്ഞിട്ട്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടണേ. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. ഇപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഇൻഡിവിജ്വൽ ഉണ്ടാവുള്ളൂ. ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്ത ആ ഒരു കാലയളവുള്ള അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ആ ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്യാനുണ്ടാവുള്ളൂ, പരിശോധന നടത്താനുണ്ടാവുള്ളൂ. ആ ഒരു പരിശോധന നടത്തുന്ന ആ ഒരു കാലയളവിലുടനീളം അവരുടെ ബിഹേവിയേഴ്സ്, പെരുമാറ്റങ്ങൾ, കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Group testing ആവുമ്പോൾ group tests are normally done in a format which enable individual to record his own responses and can be simultaneously given to members of individuals without any special need of observing their behavior. ഇവിടെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഒരു ഗ്രൂപ്പ് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ ടു റെക്കോർഡ്, അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അതേസമയം തന്നെ മറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോട് കൃത്യമായിട്ട് റെസ്പോൺസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ വിത്തൗട്ട് എനി സ്പെഷ്യൽ ഒബ്സർവിംഗ് ദെയർ ബിഹേവിയർ, അവരുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്നതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമേ ആ ഒരു ടെസ്റ്റിംഗ് ടൈമിൽ അവിടെ ഉണ്ടാവുള്ളൂ. ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഉടനീളം അവരുടെ ബിഹേവിയേഴ്സും കാര്യങ്ങളും ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ നിരീക്ഷിക്കുന്ന രീതിയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ്. ഇനി ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആവുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും. അവർ ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മെമ്പേഴ്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവരുടെ സ്വന്തം ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അവരെങ്ങനെ തുറന്നു പറയുന്നു, അവിടെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റുകളിലൂടെ വിലയിരുത്തൽ നടത്തുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റ്. ഒന്നുകൂടെ പറയണോ? ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വല്
അവിടെ ആ ഒരു ടെസ്റ്റ് നടത്തുന്ന ആ സമയം ഉടനീളം അവരെങ്ങനെ പെരുമാറുന്നു, അവരുടെ ബിഹേവിയേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഇൻഡിവിജ്വൽ ടെസ്റ്റ് മനസ്സിലായോ? ഒരു ഇൻഡിവിജ്വലിനെ ആ ഒരു ടെസ്റ്റ് നടത്തുന്ന ഉടനീളം അവരുടെ ബിഹേവിയേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ഉടനീളം എന്ത് ചെയ്യുന്നു, വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും. ഓക്കെ അല്ലേ? ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയല്ല നമ്മൾ കേന്ദ്രീകരിക്കുന്നത്, ആ ഗ്രൂപ്പില് പല ഇൻഡിവിജ്വൽസ് ചേർന്നല്ലേ ഒരു ഗ്രൂപ്പ് ആവുന്നേ. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവാലുവേഷൻ നടത്തുന്നില്ല, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഒബ്സർവ് ചെയ്യാനല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ആ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തില്, അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഇവർക്ക് പ്രവർത്തിക്കുമ്പോൾ അവര് ഓരോ ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ, നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആ ഗ്രൂപ്പിലുള്ള അവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്. അപ്പൊ ഒരുപാട് പേരുണ്ട് അല്ലെ ആ ഒരു ഗ്രൂപ്പില്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരുമിച്ച്, അവിടെ ഒറ്റ സിംഗിൾ ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരുപാട് പേരെ നമുക്ക് ഒരുമിച്ച് വിലയിരുത്തുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും എങ്ങനെയാണ് ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്നു, അവരുടെ സ്വമേധയുള്ള അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും അതിനനുസരിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ നമ്മൾ ഒറ്റ ഇൻഡിവിജ്വൽ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടാണ് ആളുകൾ. അപ്പൊ അവിടെ വ്യക്തിപരമായിട്ട് നമുക്കല്ല, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിരീക്ഷിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശരിയായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവരുടെ പെരുമാറ്റം, ബിഹേവിയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഫിനിഷ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് തീപോട്ടെ മിസ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർവ്യൂസ്. ഇന്റർവ്യൂ അറിയാലോ അല്ലെ? അറിയാലോ, ഇന്റർവ്യൂവിനൊക്കെ പോയ ആളുകളുണ്ടോ? ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ, ആളുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം അല്ലെ? ശരിക്കും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ് അല്ലെ? വേർ വൺ ഓർ മോർ പേഴ്സൺ ക്വസ്റ്റ്യൻ ഓർ അസസ് അനദർ പേഴ്സൺ. അണ്ടർലൈൻ ചെയ്തിട്ട്, ശരിക്കും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇതൊരു ഔപചാരികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അല്ലെ? അവിടെ ചിലപ്പോ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലെ? അവരെന്ത് ചെയ്യുന്നു, നമ്മളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അവർ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വിലയിരുത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിൽ പോയ ആളുകളുണ്ടെങ്കിലും അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലെ? അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻസ് ചോദിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മറ്റൊരു വ്യക്തിയെ, അതായത് മറ്റ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയെ വിലയിരുത്തൽ നടത്തുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് നല്ലയും ചെയ്തിട്ടാട്ടോ ഒരു പോയിന്റ്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഇസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെലക്ഷൻ ടൂൾ ആണ്. ഒരു ജോലിക്ക് വേണ്ടി ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലേ ഇന്റർവ്യൂ അല്ലെ? ഏതൊരു പ്രോസസ്സിലും നമ്മൾ ഇന്റർവ്യൂ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാറുണ്ട് അല്ലെ? It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. ഇത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷൻ ടെക്നിക്സ് ആണ് പറയുന്നത്. കുറച്ച് സങ്കീർണമായിട്ടുള്ള സെലക്ഷൻ പ്രക്രിയയാണ്. കാരണം
ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതനുസരിച്ച് അവരിൽ നിന്നുള്ള പ്രസക്തമായിട്ടുള്ള എല്ലാ സവിശേഷതകളും അവരുടെ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ശേഖരിക്കുകയും അത് സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ഇന്റർവ്യൂ നടത്തിയെടുക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻസ് അവരിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഈ ഇന്റർവ്യൂയിലൂടെയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ആ ഇന്റർവ്യൂ is defined as a selection technique which enable the employer to view the total individual and directly appraise human's behavior. ഇവിടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ defined as അനലൈസ് ചെയ്തേ ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യുന്നു കേട്ടോ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഒരു സെലക്ഷൻ പ്രക്രിയയാണ് അല്ലെ, which enable the employer to view the total individual. അതായത് ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു തൊഴിലുടമയെ എന്തിനു പ്രാപ്തരാക്കുന്നു എന്നാ പറയുന്നത്, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇൻഡിവിജ്വലിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അതിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റില്ലേ? അവർ പല കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മുടെ നോളജ് ലെവൽ എങ്ങനെയുണ്ട്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ട്, നമ്മുടെ മറ്റു ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും. ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹ്യൂമാനിറ്റീസ് ബിഹേവിയർ, നേരിട്ട് അവരെ വിലയിരുത്താതെ അവരുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നേരിട്ട് അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അത് നേരിട്ട് അവരെ വിലയിരുത്താനും കിട്ടുന്ന ഒരു അവസരമല്ലേ ഇന്റർവ്യൂ അല്ലേ? നേരിട്ട് നമുക്ക് അവരോട് എന്ത് ചെയ്യാം, സംസാരിക്കാം, അവരുടെ പെരുമാറ്റങ്ങൾ വിലയിരുത്താം, മറ്റു പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്തൽ നടത്താനും സാധിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് an interview attempt to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. അപ്പോ ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് വഴി നമുക്ക് ആ ഒരു വരുന്ന എംപ്ലോയർ അല്ലെങ്കിൽ വരുന്ന ആ ഒരു കാൻഡിഡേറ്റിന്റെ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനും അതിലൂടെ ആ ഒരു ജോബിലേക്ക് വേണ്ടി എത്രത്തോളം സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ അനുയോജ്യമാണ് എന്ന് കണ്ടെത്താനും സഹായിക്കുന്നു. അപ്പൊ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് അല്ലെ. ആ ഫോർമൽ മീറ്റിംഗിൽ ചിലപ്പോ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ ഇന്റർവ്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നോ അതിലധികം വ്യക്തികളോ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് പല കാര്യങ്ങളും വിലയിരുത്തി ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു ജോലിക്ക് അനുയോജ്യരാണോ എന്നുള്ള ഒരു മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് ആ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഈ ഒരു എംപ്ലോയർ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആ ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് അനുയോജ്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുകയും ചെയ്യുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇന്റർവ്യൂ. ടെക്നിക്സ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇവിടെ വരെയൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.